ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വലിയ ടാസ്ക് ചെയ്യാൻ പോവുകയാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയൂ, ജീവിതം കാണിക്കും. വിമൻസ് ഡേ അനുബന്ധിച്ച് ഞങ്ങൾ ചെറിയൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോകാൻ. മിസ്സില്ലല്ലോ ഗൈസ്, അപ്പം മിസ്സും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. മിസ്സിനെ കാണാനില്ല. മിസ്സിനെ കൂടെ കിട്ടുമോ? എവിടെ ഇതെല്ലാവരും ഉണ്ടാവും. ഇതെന്താ സോ ലിംന പറയൂ, എന്താണ് രണ്ടു വാക്ക് വിമൺ എംപവർമെന്റിനെ പറ്റി സംസാരിക്കാം. പറയൂ ലിംന, പറയൂ. വിമണാണ് ഹസ്ബൻഡിന്നോ? അപ്പൊ അമ്മയാണ്, സ്ത്രീയാണ്, കുട്ടിയാണ്, സൂപ്പർ. ശരി, നല്ലൊരു പുണ്യകാർമ്മം ചെയ്യാൻ വേണ്ടി പോകുമ്പോ മാങ്ങ നോക്കലാണ് ഗൈസ്. അപ്പൊ മിസ്സിനെ കാണാനില്ല. മിസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പൊ വൈഷ്ണവി അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു സ്ഥലത്തേക്ക് നീങ്ങി വല്ല, കാരണം അവൾക്ക് സ്പ്രേ മേക്ക് ഓവർ ചെയ്യാതെ അവള് ഒരിക്കലും ക്യാമറയ്ക്ക് ഫേസ് ചെയ്യില്ല. മാഷാഅല്ലാ ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു. അപ്പൊ അതാണ് ഗൈസ്. അപ്പൊ നിങ്ങള് പച്ചമാങ്ങ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെന്താ നമ്മള് മിസ്സില്ലാതെ ഇങ്ങനെ പോവാ? അല്ല, മിസ്സില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ. ഹേ ബഡീസ്, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് മിസ്സില്ലാണ്ട്? അതും പോയിട്ട് കൊട 2019 മേടിച്ച കൊടയാണ്, സ്റ്റാർ ഇട്ട കൊടയാണ്. അപ്പൊ ആ കൊടക്ക് ലൈഫ് നോക്ക ചെയ്. അല്ല വൈഷ്ണവി പറമ്പ് ചെക്ക് ചെയ്യാണ്. ആനന്റെ പറമ്പ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് മൈക്കോട നല്ല കളക്ഷൻ ആണ്. ഇപ്പൊ നല്ല കളക്ഷൻ വളർന്നിട്ടും കുട്ടിയുടെ മരത്ത ചില ഇതാണ്. ഓ മാഷാഅല്ലാ മാഷാഅല്ലാ, എന്തായി പറഞ്ഞത്? നോക്കൂ സുഹൃത്തുക്കളെ, 3 വിമൺ എംപവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വിത്ത് സ്വീറ്റ്സ് കൊണ്ടാണ് അവര് എംപവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓ പോസ് ചെയ്യൂ ഷഫീദ. ലിംന വൈഷ്ണവി. അപ്പൊ ഞങ്ങളുടെ പിള്ളേരെത്തി വരുന്നുണ്ട്. ഇതാ ഞങ്ങളുടെ മിസ് വരുന്നുണ്ട് ഗൈസ്, കണ്ടോളൂ. അത് വരുന്നുണ്ട്. നമ്മുടെ മുത്തുമണികൾ വരുന്നുണ്ട്. വൈഷ്ണവി ആ വീട്ടിൽ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ റേഞ്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സഫീദ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, വായി തോന്നിയത് അതാണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ. ആ കൊടയുടെ ഒന്നാമത്തെ ഫീച്ചറാണത്. ആയോ? സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നുണ്ട് നിങ്ങൾക്ക് സ്പാ കണ്ട പാടെ വൈഷ്ണവി അങ്ങോട്ടേക്ക് വെൽനസ് സെന്റർ ആണ് എടുക്കുന്നുണ്ട്. എന്തിനാണ് സ്റ്റാൻഡേർഡ് മക്കളെ? ഞങ്ങളുടെ മുത്തുമണികളാണിത്. ഷോ നമ്മൾ
ആ പറ പറഞ്ഞോ ലിംന തിരി ഏതാ ഷെയ്ഡ് ഈ നോമ്പ് കാലത്ത് ലിംന ഏതാണ് ഷെയ്ഡ് പറയൂ. പക്ഷെ എന്താന്ന് വെച്ചാൽ പൂശിക്കൊണ്ടാണ് വൈഷ്ണവി ഇത്തരം ഒരു പുണ്യകർമ്മം ചെയ്യാൻ പറ്റിട്ടുള്ളത്. ഞങ്ങൾക്ക് വെയ്യ നോമ്പ് നോക്കി ക്ഷീണത്തിന് വെയിൽ വന്നു ഗൈസ്. എല്ലാവിധ സുന്നത്തുകളും എടുത്തിട്ടാണ് വൈഷ്ണവി വന്നിട്ടുള്ളത്. അതാ ഒരു താത്ത റിട്ടേൺ കഴിഞ്ഞ് പോവാണെന്നാ തോന്നുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ് എന്നറിയില്ല. ഇവിടെ നിന്നിട്ട് കൊടുക്കട്ടാ. എന്ത് ഇവിടെ നിന്നിട്ടാ ആടി വിഷു ആയാ. അപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നു. വൈഷ്ണവ് കൊടുക്ക്. ഹാപ്പി കൊടുത്തൂടെ താങ്ക് യു. തിരൂർ നഗരസഭയുടെ പൊതു ശ്മശാനം. എന്താ ലിംനക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ആണിത്. ലിംനക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണിത്. ഞാനല്ല വൈഷ്ണവി പശുവപ്പി. അപ്പൊ അവിടെ ശ്മശാനത്തിൽ പരിപാടി നടന്നിട്ടുള്ളതാണ്. ഈ സമയത്ത് നല്ല ആണ് വന്നിട്ടുള്ളത് എത്തിയിട്ടുള്ളത്. അതാണ് സ്മെല്ല്. അതെ അതെ. സോ നമ്മള് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ആവണ്ട. പരിപാടി പാലം പണി നടക്കും. ഇവിടെ പാലം പണി. ഇതാണ് നമ്മുടെ ബാസില പറഞ്ഞ സ്ഥലം. ബാസില നായ ഓടിച്ച സ്ഥലം. ഇതാണ് സംഭവം. എന്തിന് മാസ്ക് എന്തിനാ? അപ്പൊ ജിട്ട പുട്ടി എന്തോ ആവും. ലിപ്സ്റ്റിക് ഇടാനിട്ട് കൊടുക്കുന്ന ഇതുണ്ട്. എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ? എന്റെ കൂടെ ആ സാധനം തിരിക്കോ? എന്റെ ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട്. എവിടെയോ ഇത് ഏത് മൂലക്കലാണ് കൊടുന്നിട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ മാഷാല്ലാന്നാ പറഞ്ഞിരുന്നത്. റമളാനായപ്പോ എല്ലാരും നന്നായി. എന്താ പറയാ? അല്ലാഹി വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് മാഷാഅല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അത് അങ്ങോട്ടേക്ക് വഴി ഉണ്ടടി അഴുത്തി ആണ് സംഭവം. സഹോദരങ്ങളെ, നിങ്ങളിത് കാണുന്നുണ്ടോ? ലിംന ഇത് കണ്ടില്ല? എന്റെ പറഞ്ഞിട്ടുള്ളത് ബോക്സ് ഒന്നാക്കി അവർക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പിള്ളേരുള്ളത് കാരണം ഞങ്ങൾ എന്തായാലും ഓരോന്ന് മൾട്ടുന്നാണ്. ഓക്കെ ഗൈസ് വെച്ചോളൂ. ബാഗിലൊക്കെ ട്രെയിൻ പോയി. പക്ഷെ ട്രെയിനിൽ തല വെക്കാൻ ഉദ്ദേശിച്ച ലിംന നിസാറുണ്ട്. നമ്മുടെ മേമുണ്ട്. മേമുണ്ട്. വിജി മാമുണ്ട്. ആളായിരുന്നു. ഇനി ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് ഹംബിൾ. അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഈ വൈഷ്ണവി നമ്മച്ചി നടന്നു നോക്കണ്ട. വൈഷ്ണവിയെ നമ്മൾ വന്ന കാര്യം ഗൈസ് കഴിഞ്ഞിട്ടുണ്ട്. ലിംന കം ടു ദ ഫ്രെയിം. വൈഷ്ണവി ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ മിഠായി അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നാണ്.
പിന്നെ കാണുന്നില്ല. ഗൈസ് എന്താ നമ്മളെ അപ്പൊ എന്താ പറയാ നമ്മള് അപ്പൊ അല്ല ലിംന ഇപ്പൊ നമ്മൾ ചെയ്ത പുണ്യപ്രവർത്തിയെ കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കുന്നതാണ് ഗൈസ്. ഓക്കെ ലിംന പറയൂ ലിംന. പറയൂ. എന്താ പറയാ, കണ്ടപ്പോ തന്നെ ഒരു സങ്കടകരമായ കാഴ്ചയാണ്. അതെ, മാലിന്യ കൂമ്പാരം കണ്ടപ്പോൾ പിന്നെ അതുമല്ല കാര്യങ്ങളൊക്കെ അവര് മാനേജ് ചെയ്യണേ. അതെ, അതുകൊണ്ട് വേസ്റ്റ് പരമാവധി ഒഴിവാക്കണ സിറ്റുവേഷൻ ഉണ്ടാക്കുക. ആ ഷെഡിന്റെ ഉള്ളിലൊക്കെ നിറച്ച് എന്താ പറയാ, നമ്മള് കൊണ്ടിരുന്ന കവറും സാധനങ്ങളും ഒക്കെ ഉള്ളിലുള്ള അവരതിന്റെ ഉള്ളിൽ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഭയങ്കര സങ്കടപരമായ ഒരവസ്ഥ. പക്ഷെ ഞങ്ങള് ചിരിക്കണുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാ ഞങ്ങൾക്കും കണ്ടപ്പോ ഒരു ഇതായി, സങ്കടമായി. നല്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ഏതുണ്ട് സംഭവം ഉണ്ടെന്നാണ് അവര് പറയുന്നത്. അവര് നമ്മള് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ 50 രൂപ കൊടുക്കുമ്പോ നമ്മള് പറയും അതെ എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ നമ്മള് ശരിക്കുള്ളത് അറിയില്ലല്ലോ. ഏതൊരു ജോലിക്കും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്, അതിൻ്റെതായ നമ്മക്കറിയില്ല എവിടെ കൊണ്ടുവരണേ, എവിടെ ഇതാക്കണേ, അവരെന്താ ചെയ്യണെന്നുള്ള നമ്മൾ അറിഞ്ഞു. പിന്നെ നമ്മള് കണ്ടു, അന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അവരോടുള്ള ഇത്. എന്തായാലും എല്ലാരും എല്ലാ ജോലിയും റെസ്പെക്ട് ചെയ്യാം. റെസ്പെക്ട്. അതെ കേസ്. അപ്പോൾ കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ കോളേജിൽ വിമൻസ് ഡേയോട് അനുബന്ധിച്ചിട്ട് എന്ത് കാര്യമാണ് ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം. എന്താ അപ്പോൾ അവർ നടന്ന് ഗൈസ്, അപ്പം പിള്ളേരൊക്കെ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ പതുക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോവുകയാണ്. ഗൈസ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? തലവഴി മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് ഗൈസ്. മഴയും വെയിലുമാണ് ഇവിടെ. അപ്പോൾ കാലാവസ്ഥ ഭയങ്കര മോശം. വീഡിയോ കാണുമ്പോഴേക്കും ബൈ, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.